മലമ്പുഴ ITIക്ക് മുമ്പിലുള്ള മലമ്പുഴ പോലീസ് സ്റ്റേഷന്റെ ദിശാ ബോർഡിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വള്ളിച്ചെടികൾ വൃത്തിയാക്കിക്കൊണ്ട് യുവാവ് മാതൃകയാവുന്നു. മലമ്പുഴ ശാസ്താ കോളനി കൃഷ്ണശ്രീയിലെ മണികണ്ഠനാണ് വേറിട്ടൊരു മാതൃക ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന പോലീസുകാർക്ക് ഇത്തരം ഒരു ബോർഡ് നോക്കാനോ ശ്രദ്ധിക്കുവാനോ സമയം കിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ആശ്രാന്ത പരിശ്രമം ചെയ്യുന്ന അവർക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്താൽ നല്ലതല്ലേ എന്ന് മണികണ്ഠൻ ചോദിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 നടക്കാൻ ഇറങ്ങുമ്പോൾ മണികണ്ഠൻ ഇത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കൂടെ നടക്കുന്ന അയൽവാസിയും സുഹൃത്തുമായ വ്യക്തിയോട് ഇതേ പറ്റിയിട്ട് അദ്ദേഹം അഭിപ്രായം പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവുമാണ് ഇങ്ങനെ ഈ ബോർഡ് ശരിയാക്കാൻ വേണ്ടി മണികണ്ഠന് പ്രോത്സാഹനമായി മാറിയത്. മെയിൻ റോഡിൽ നിന്നും കുറേ ദൂരം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും എന്നാൽ മെയിൻ റോഡിൽ എവിടെയെങ്കിലും ആയിരുന്നു പോലീസ് സ്റ്റേഷനെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നു പോകാൻ എളുപ്പമായിരുന്നു എന്ന് മണികണ്ഠൻ അഭിപ്രായപ്പെട്ടു. രാത്രി സമയങ്ങളിൽ ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ വളരെ കുറവാണ്. വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് മെയിൻ റോഡ് സൈഡിലേക്ക് മാറ്റിയാൽ കൊള്ളാം എന്ന് മണികണ്ഠൻ അഭിപ്രായപ്പെട്ടത്. എത്രയോ ജനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുള്ളതാണെങ്കിലും ഈ ബോർഡിൽ ഇങ്ങനെ വള്ളിച്ചെടികൾ പടർന്ന് ബോർഡിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഇതുവരെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിലും മണികണ്ഠൻ്റെ ഈ നന്മ പ്രവൃത്തി മറ്റു ജനങ്ങൾക്കും മാതൃകയാവട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ബോർഡ് അറിയണ്ടേ? അതെ, വണ്ടി അവിടെ നിർത്തി സൈഡാക്കിയിട്ട് ഈ ചെയ്ത പ്രവൃത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരു 2 സെക്കൻഡ് ഒന്ന് അടിച്ചേ. നിൽക്ക് മണികണ്ഠൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മണികണ്ഠൻ്റെ ഈ നന്മ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് 2 വാക്ക് അങ്ങോട്ട് പറയേ. ബൈക്ക് അങ്ങോട്ട് ഒതുക്ക്, അല്ലെങ്കിൽ ഇറങ്ങ്. ഒന്നുകിൽ ഇറങ്ങുക അല്ലെങ്കിൽ ബൈക്ക് ഒതുക്ക്. എനിക്ക് ഈ ബോർഡ് കാണണം. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലിലല്ലേ ഈ വീഡിയോ അടക്കം പൂശണേ. നടക്കാൻ പോകുമ്പോ എന്ന് കാണണ്ട. ബോർഡ് നന്നാക്കിയ ഈ പ്രവൃത്തിയെ പറ്റിയിട്ട് താങ്കൾക്ക് എന്താണ് നല്ല കാര്യമാണ്. അതായത് നമ്മള് മലമ്പുഴയിൽ ഒരുപാട് ഇപ്പൊ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് വിനോദ പരിപാടിയായിട്ട് എല്ലാവരും വരുന്നുണ്ട്. അല്ല പറഞ്ഞു ഇത് മണിയേട്ടൻ്റെ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണിത്. മലമ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് കംപ്ലീറ്റ് ചെടി മറിഞ്ഞിട്ട് കംപ്ലീറ്റ് നിൽക്കുകയായിരുന്നു. മണിയേട്ടൻ രാവിലെ വരുന്ന സമയത്ത് ഒരു നല്ലൊരു സൽപ്രവൃത്തിയാണ് മണിയേട്ടൻ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എല്ലാം അറിയാമല്ലോ, ബോർഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോലീസ് സ്റ്റേഷൻ അറിയാൻ പറ്റുള്ളൂ. ITയുടെ ഓപ്പോസിറ്റാണ് പോലീസ് സ്റ്റേഷൻ. പക്ഷെ എന്നാലും കൂടെ ആ ബോർഡ് മറിഞ്ഞ കാരണം കൊണ്ട് ആർക്കും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല.
ഞാൻ ദിവസേന കാലത്ത് നടക്കാൻ വരുന്ന സമയത്ത് ഈ ബോർഡിൽ ചെടികളും വള്ളികളും നിറഞ്ഞ് ജനങ്ങൾക്ക് ഏത് വഴിക്കാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് രാവും പകലും കഷ്ടപ്പെടുന്ന പോലീസുകാരെ സഹായിക്കണമെന്ന് മനസ്സ് തോന്നിയതുകൊണ്ട് ജനമൈത്രി പോലീസിനെ സഹായിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അവർ നമ്മളെക്കൊണ്ടാവുന്ന സഹായം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ രാവിലെ ഇന്ന് നടന്നു വരുമ്പോൾ ആ ബോർഡിലുള്ള വള്ളികളും ചെടികളുമെല്ലാം വെട്ടിമാറ്റുകയും അത് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് തോന്നി. അത് ചെയ്തു എന്ന് മാത്രം. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഒരു ഉള്ളിലേക്ക് ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇവിടെയാണെന്ന് അറിയിക്കാനുള്ള ഒരു ബോർഡായിരുന്നു നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. മന്തക്കട ജംഗ്ഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെടികളൊക്കെ വളർന്ന് അതിൻ്റെ മറയത്തൊക്കെ വെത്ത് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പട്രോളിംഗ് പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുകയും ഞങ്ങൾ ആ സമയത്ത് കയ്യിൽ ആയുധങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരെ ഇന്ന് ചെയ്തു പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അത് നമ്മൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്, തിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് റോഡ് സൈഡ് അല്ലാത്തതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കി കിട്ടും. നല്ല പ്രവർത്തികളാണ്. നന്ദി, നമസ്കാരം.